ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെയും രാത്രിയും അതുപോലെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു അരക്കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുപയർ പരിപ്പ് എത്രയാണോ അതിൻ്റെ നേർപകുതി നമുക്ക് ഇതിലേക്ക് അരി എടുക്കണം. അരി നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന കയമ അരി ഉണ്ടല്ലോ, കയമ അരി അല്ലെങ്കിൽ ജീരകശാല അരി എന്നൊക്കെ പറയുന്ന ആ ഒരു ചെറിയ അരി, അതാണ് കേട്ടോ വേണ്ടത്. അതും ഒരു 1/4 കപ്പ് എടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്കിതാ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ ചെറുപയർ പരിപ്പ് ഇവിടെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് കറക്റ്റാണ്. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ വേവാനെടുക്കുന്ന സമയം ഓരോ കുക്കറിൻ്റെയും പ്രഷറിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 വിസിൽ വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റും കൂടെ വെക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ ഓഫാക്കിയിട്ട് പിന്നെ കംപ്ലീറ്റ് ആവി പോയതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ തുറക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോഴേക്കുതാ നമ്മുടെ ചെറുപയർ പരിപ്പും അരിയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ഒട്ടും തന്നെ ഇല്ല കേട്ടോ, ഇതിൽ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഉടച്ചു കൊടുക്കണം. ചെറുതായിട്ട് നന്നായിട്ട് വെന്തതാണ്, എന്നാൽ നമുക്കിത് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പതുക്കെ ഉടച്ചു കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതിവിടെ ഞാൻ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ മധുരമാവും. അപ്പോൾ പഞ്ചസാരയുടെ കറക്റ്റ് കണക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ മധുരം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ അളവും നമ്മളെ ഈ ഒരു ഇതിലുള്ള വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ. നമുക്കിത് കുറച്ചൊരു ടൈറ്റായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ഒരുപാട് ലൂസാവാതെ ടൈറ്റാകാനുള്ള പാകത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷേ ഇത് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്ന് ടൈറ്റായിട്ട് വരും. അതുപോലെ തന്നെ ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സമയത്ത് നമുക്കിതിലുള്ള തേങ്ങാപ്പാലൊക്കെ പാകമായിട്ട് വരും കേട്ടോ. അപ്പോൾ കുറച്ചൊരു ലൂസിൽ തന്നെ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാകത്തിൽ കിട്ടും. അപ്പോൾ അതാ ഞാനെല്ലാം കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോഴും കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷേ ഇത് ഒന്നും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് വരും. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴും ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതാ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ മധുരമൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതാ ഇതുപോലൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് നെയ്യ് ഇവിടെ ചൂടായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് 2-3 ചെറിയുള്ളി അരിഞ്ഞത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി ഇതുപോലൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചെറുപയർ പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മലബാർ സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്